കൊടാലിയിൽ ഗവൺമെന്റ് LP സ്കൂളിലെ ഓഡിറ്റോറിയത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. പുലർച്ചെ 2:30-യോടെയാണ് ഈ അപകടം. സ്കൂളില്ലാത്ത സമയമായതിനാൽ വലിയ അപകടം ഒഴിവാവുകയായിരുന്നു. ജേസൺ ചാമളപ്പിൽ ഇപ്പോൾ ആ സ്കൂൾ പരിസരത്തുണ്ട്. ജേസൺ, ഈ അപകടത്തിന്റെ ആഘാതം എത്രയാകുമായിരുന്നു? ആ ദൃശ്യങ്ങളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാനാകുന്നത്? പുലർച്ചെ 2:30-ആയതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായി. സ്കൂൾ അസംബ്ലി മഴക്കാലത്ത് ചേരുന്ന ഹാൾ കൂടിയാണിത്. സ്മൃതി, ഈ ബിൽഡിംഗ് കണ്ടാൽ തന്നെ ഏറ്റവും പുതിയ ബിൽഡിംഗ്, വെറും 2.5 വർഷം മാത്രം പൂർത്തിയായിരിക്കുന്ന ബിൽഡിംഗ്. മറ്റൊരു യാതൊരു അപാകതകളും പ്രത്യക്ഷത്തിൽ കാണാനില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ കാണാമ്പോൾ ഇതിൻ്റെ സീലിംഗ്, പുതിയ സീലിംഗ് ആണ് ഇപ്പോൾ പൂർണ്ണമായും തകർന്ന് വീണിരിക്കുന്നത്. അപ്പം നമുക്ക് മുകളിലേക്ക് പോയാൽ പൂർണ്ണമായും ആസ്പെറ്റോസ് ഉൾപ്പെടെ എല്ലാം സീലിങ്ങുകളെല്ലാം തകർന്നു വീണിരിക്കുന്നു. ഫാനുകൾ താഴോട്ട് വീണിരിക്കുന്നു. മുഴുവൻ ഏകദേശം 6ഓളം ഫാനുകൾ തകർന്നു വീണിരിക്കുന്നു. അതോടൊപ്പം സീലിംഗ് തകർന്നു വീണിരിക്കുന്നു. എന്ത് പണിയാണ് ഇതിനകത്ത് നടത്തിയതെന്ന് ആർക്കും ഒന്നും തിരിച്ചറിയാൻ. വെറും 54 ലക്ഷം രൂപ ചിലവഴിച്ച് പണിത ഒരു ഓഡിറ്റോറിയമാണെന്ന് എടുത്തു പറയേണ്ടി വരും. 54 ലക്ഷം രൂപയ്ക്ക് പണിത ഓഡിറ്റോറിയത്തിൻ്റെ സ്ഥിതി തന്നെ ദയനീയമാണ്. അതും നിർമ്മാണം ഏകദേശം 10-ലധികം വർഷം എടുത്തു നടത്തിയ നിർമ്മാണം. മുൻ മന്ത്രി C. രവീന്ദ്രനാഥിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 10 വർഷത്തോളം നിരന്തരമായി പണി ചെയ്യേണ്ടി വന്നു ഈ ഓഡിറ്റോറിയത്തിന് എന്ന് പറഞ്ഞാൽ ഈ പണി ഏതോ ഒരു അന്യഗ്രഹത്തിൽ നടത്തുന്ന പണി എന്ന് തോന്നുന്നുണ്ട്. അത്രയേറെ നിസ്സാരമായ ഒരു ഓഡിറ്റോറിയം പണിയാൻ ഇത്ര വർഷം എടുക്കുന്നു. 54 ലക്ഷം രൂപ വേണ്ടി വരുന്നു. എന്നിട്ടും 2.5 വർഷത്തിനുള്ളിൽ ഇതിൻ്റെ സീലിംഗ് മുഴുവൻ തകർന്ന് താഴോട്ട് വീഴുന്നു. രാത്രി 2:30-ക്കാണ് നടന്നതെന്നാണ് ഒരു ആശ്വാസം. ഇപ്പോൾ BJP-യുടെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിലുള്ള ഇവിടുത്തെ പ്രാദേശികമായ നേതാക്കളെല്ലാം ചേർന്ന് പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. ഒരു ഭാഗത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, അപ്പുറത്ത് BJP പ്രവർത്തകരുണ്ട്. പോലീസ് ഇവിടെ തടഞ്ഞിരിക്കുകയാണ്. ഈ ഹാളിനകത്തേക്ക് കടത്താതിരിക്കാൻ വേണ്ടി പോലീസ് ഇവിടെ ഗേറ്റ് അടച്ചിരിക്കുന്നു. ഇതിനകത്തുണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും, ഒരു കസേരയും അതുപോലെ തന്നെ മേശ ഉൾപ്പെടെയുള്ള മുഴുവൻ സാധനങ്ങളും തകർന്നു വീണിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു, നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ വലിയ അഴിമതി തന്നെയാണിതെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം വെറും 2.5 വർഷം കൊണ്ട് ഇത്രയും പണം ചെലവഴിച്ച് നടത്തിയ നിർമ്മാണം തകർന്നു വീഴണമെങ്കിൽ അഴിമതിയും കൈക്കൂലിയും വാങ്ങി നിയമവിരുദ്ധമായി പണിത, അല്ലെങ്കിൽ ഏറ്റവും തുച്ഛമായ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പണിത ഒരു സംവിധാനമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാം എത്രമാത്രം ദുർബലമായ സംവിധാനം ഉപയോഗിച്ച്. സ്മൃതി, നമ്മൾ ഈ പൊളിഞ്ഞു വീണതിൻ്റെ സംവിധാനം എന്ന് പറയുന്നത് ഏത് സമയം പൊളിഞ്ഞു വീണില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ. അത്രയേറെ ദുർബലമായ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് പണിതത്. 54 ലക്ഷം രൂപ ചിലവഴിച്ച് ഒരു സ്ഥാപനത്തിൻ്റെ ഓഡിറ്റോറിയം, കുട്ടികൾ പഠിക്കുന്ന ഓഡിറ്റോറിയത്തിൻ്റെ ആസ്പെറ്റോസിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. ഇതൊക്കെയും എപ്പോൾ താഴോട്ട് പതിച്ചില്ലെങ്കിൽ എന്ന് മാത്രമേ അത്ഭുതപ്പെടാനുള്ളൂ. അത്രയേറെ വില കുറഞ്ഞ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പണിതത്. എന്നാൽ കാശ് നന്നായിട്ട് അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഏറ്റവും പുതിയ ബിൽഡിംഗ് ആണ്, അതും കോസ്റ്റ് ഫോർഡാണ് പണിതിരിക്കുന്നത്. സർക്കാരിനോടും പൊതുജനങ്ങൾക്കോടും വളരെ ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാപനമാണ് കോസ്റ്റ് ഫോർഡ് എന്ന് പറയുന്നത്. ആ കോസ്റ്റ് ഫോർഡ് പണിത ഒരു സ്ഥാപനമാണ് ഇത്രയും നിസ്സാരമായി പണിയുകയും അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് തന്നെ തകർന്നു വീഴുകയും ചെയ്തു. നമുക്ക് ആ ഫാനുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഫാനൊക്കെ ഒടിഞ്ഞ് വീണിരിക്കുന്ന, അതിൻ്റെ ഫാനിൻ്റെ ചിറകുകളെല്ലാം തന്നെ ഒടിഞ്ഞു വീണിരിക്കുന്നു. ഇത്തരത്തിൽ കെടുകാര്യസ്ഥത കൊണ്ട് ഇപ്പോൾ നമുക്ക് ഇതെന്നാണ് ഇതൊരു ഉദ്ഘാടനം കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി കാണാം. കോടാലി MLA ആസ്തി വികസന ഫണ്ട് കോടാലി ഗവൺമെൻറ് LP സ്കൂൾ ഓഡിറ്റോറിയം ഉദ്ഘാടനം 2003-ലാണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിച്ചത്. ഇപ്പോഴത്തെ MLA ആയ KK രാമേന്ദ്രനാണ് ഉദ്ഘാടനം കഴിക്കുന്നത്. ഇത് C. രവീന്ദ്രനാഥിൻ്റെ അന്നത്തെ 54 ലക്ഷം എന്നതിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. കോസ്റ്റ് ഫോർഡാണ് ഇത് പണിതെന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ നമ്മൾ കണ്ടാൽ മനസ്സിലാകും. ഇഷ്ടിക കൊണ്ട് കോസ്റ്റ് ഫോർഡ് രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇത്തരത്തിലുള്ള സംവിധാനം ഉപയോഗിച്ച് പണിതിട്ട് ഇത്രയും പെട്ടെന്ന് വീഴണമെങ്കിൽ എത്രമാത്രം അഴിമതി, തട്ടിപ്പ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ ഇത്രയും ലക്ഷങ്ങൾ ചിലവഴിച്ച് പണിത ഒരു സംവിധാനം വെറും 2 വർഷമാകുമ്പോഴേക്കും തകർന്നു വീഴണമെങ്കിൽ ആരാണ് ഇതിന് ഉത്തരവാദിത്തം പറയേണ്ടത്? ആരാണ് ഉത്തരവാദിയെന്ന് സംസ്ഥാന സർക്കാർ തന്നെ പറയണം. കാരണം MLA ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്, ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് പണിത ഒരു സംവിധാനമാണ് 2 വർഷം കൊണ്ട് തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ സമരക്കാരുടെ അടുത്തേക്ക് ഇന്നലെ രാത്രി 1 മണിക്കാണ് ഇത് തകർന്നു വീണത്. എല്ലാ ദിവസവും രാവിലെ കുട്ടികൾ വന്നാൽ ഇരുത്തുന്ന ഓഡിറ്റോറിയമാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അശാസ്ത്രീയമായ രീതിയിൽ പണിതിരിക്കുന്ന ഈ കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്തിലെ വസ്തുക്കൾ പൊടിഞ്ഞു പോവുകയാണ്. അമിതമായ ചൂടും അതുപോലെ തന്നെ ഈർപ്പവും അടിച്ച ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ എല്ലാ സ്ക്രൂകളും അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ആ സ്ക്രൂവിൽ നിന്നും ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ ഇട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത് താഴേക്ക് വീഴാൻ. അശാസ്ത്രീയമായ നിർമ്മാണത്തിൻ്റെ
അനന്തര ഫലമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഭാഗത്തൊക്കെ കണ്ടോ വെള്ളം വന്ന് ഈർപ്പം തട്ടിയിരിക്കുകയാണ്. പഞ്ചായത്ത് മെമ്പർ, ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ കോൺഗ്രസിന്റെ മെമ്പറാണ്. 2 വർഷം മുമ്പ് തന്നെ ചൂണ്ടിക്കാണിച്ചതാണ് നിർമ്മാണത്തിലെ അപാകതകൾ. പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയതാണ്. എന്നിട്ട് പരിഹരിക്കാത്തത് കൊണ്ടാണ് ഈ കഴിഞ്ഞ 31-ാം തീയതി ഇവിടെ PTA യോഗം ചേർന്നത് ഈ ഹാളിലാണ്. വലിയ അപകടം ഒഴിവായത് ദൈവാധീനം കൊണ്ട് മാത്രമാണ്. കുട്ടികളുണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം പ്രശ്നം രാവിലെ വരുന്ന കുട്ടികൾ ഇവിടെയാണ് ഇരുത്തുക. ആ കുട്ടികളുടെ മേലേക്കാണ് വീണതെങ്കിൽ ആ കുട്ടികൾ ജീവൻ തന്നെ അപകടത്തിലാകുമായിരുന്നു. ഏതായാലും അതീവ ഗുരുതരാവസ്ഥ തന്നെയാണ് ഇപ്പോൾ BJPയുടെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരാണ് ഇപ്പോൾ സമരം. ഇപ്പം നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ സ്മൃതി, എത്രമാത്രം ദുർബലമായ ഒരു നിർമ്മാണമാണ്. 54 ലക്ഷം രൂപ ചെലവഴിച്ച് നാടിലെ നികുതി പണം ഉപയോഗിച്ച് നിർമ്മാണം നടത്തിയത് 2 വർഷം കഴിയുമ്പോഴേക്കും തകർന്നു വീഴണമെങ്കിൽ ഇത് കടലാസ് കൊണ്ടാണോ പണിത് എന്ന് നമുക്ക് സംശയം തോന്നും. കാരണം ഇത് കാണുന്നില്ലേ സ്മൃതി, കടലാസ് കൊണ്ട് പണിത ഒരു മേൽ സീലിംഗ് ആണെന്ന് നമുക്ക് പറയാൻ യാതൊരു കുട്ടികളുടെ തലയിലാണ് വീഴുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എന്റെ ഭാര്യ പുട്ടു കുഴക്കണത് ഇതിനേക്കാൾ ഉറപ്പുണ്ടായിരിക്കും. അവധിയായതുകൊണ്ട് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ ലോക്ക് ഉണ്ടല്ലോ, ഈ ലോക്ക് തുറന്നു കൊടുക്കണം. എന്തിനാന്ന് വെച്ചാല് ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ അമ്മമാര് ഇത് തുറന്ന് കാണണം. കസേരകൾ ഫുള്ള് ഒടിഞ്ഞു നുറുങ്ങി കിടക്കണം ഇത് വീണിട്ട്. അപ്പൊ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? എത്ര ഭയാനകമായിരിക്കും. അവർക്ക് എത്ര കുട്ടികൾക്ക് ജീവൻ പോയിണ്ടാവും. അത് ഇവിടുത്തെ അമ്മമാർക്ക് കാണാനുള്ള അവസ്ഥ. സ്മൃതി, കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും? LP സ്കൂളാണ് എന്ന് നമ്മൾ എടുത്തു പറയണം. കൊച്ചു കുട്ടികളുടെ തലയിൽ ശരീരത്തിൽ ഇത് വീണാൽ യാതൊരു സംശയമില്ല ഗുരുതരമായ പരിക്കേൽക്കും. എങ്ങനെയാണ് ഇത്രയും മോശമായ ഒരു അവസ്ഥയിൽ ഇത്രയും ദുർബലമായ ഒരു നിർമ്മാണം ലക്ഷങ്ങൾ 54 ലക്ഷം രൂപ ചെലവഴിച്ച് പണിയാൻ കഴിക്കുക എന്നുള്ള അത് വലിയ ക്രമക്കേടുതലുണ്ടായിട്ടുണ്ടെന്നുള്ളത് പ്രാഥമികമായ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. ഇതിൽ അധികാരികളുടെ മറുപടിയാണ് ഇതിൽ ഇനി വേണ്ടത്. സീലിംഗ് തകർന്നു വീണ വലിയ രീതിയിലുള്ള അപകടമാണ് ഇപ്പോൾ ഒഴിവായത്. പുലർച്ചെ സംഭവിച്ചതുകൊണ്ട് കുട്ടികൾക്കൊന്നും പരിക്കില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്.